നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്താണ്? വളരെ മനോഹരമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തേണ്ടുന്ന തിരഞ്ഞെടുപ്പാണ്. കിഫ്ബി കൂടെ വന്നതിന് ശേഷം കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് LDFിൻ്റെ അവകാശവാദം. കുറേയധികം സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകൾക്കും ഒക്കെ കെട്ടിടമായി, പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് കെട്ടിടമായി, ആശുപത്രികൾക്ക് കെട്ടിടമായി, കുറേ NHൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിലും കുറേ റോഡുകൾ വന്നു, പിന്നെ സംസ്ഥാന റോഡുകൾ വന്നു. പിന്നെ അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്തതായി. പിന്നെ ക്ഷേമ പെൻഷൻ കൂട്ടി, പിന്നെ DA കൊടുത്തില്ലെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു, ശമ്പള പരിഷ്കരണം കമ്മീഷൻ റിപ്പോർട്ട് വന്നില്ലെങ്കിലും കമ്മീഷന് വച്ചു. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾ വികസനത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണമാണ് LDF നടത്തുന്നത്. എന്നാൽ ഇപ്പുറത്ത് ഇതായിരിക്കുമോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘടകം? വികസിത കേരളമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്, മറ്റൊരു വികസനമാണ്, ഞങ്ങളുടെ വികസനം മറ്റൊരു തരത്തിലുള്ള വികസനമാണ്, ആ വികസിത കേരളമാണ് ഞങ്ങളുടെ അജണ്ട എന്നാണ് BJPയുടെ അവകാശവാദം. ഒരു പുതിയ കേരളമാണ് കൊണ്ടുവരാൻ പോകുന്നത്, നിയോ മോഡൽ കേരളമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതാണ്, പുതുയുഗമാണ് എന്ന് വരാൻ പോകുന്നതാണ് VD സതീശൻ്റെ വാദം. പക്ഷേ ഇതൊന്നുമല്ല കേരളത്തെ നിശ്ചയിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. വികസന കാര്യങ്ങളിലാണ് കുറേയധികം മുൻതൂക്കം കൊടുത്തു പോവുകയാണെങ്കിൽ LDFന് അപ്പർ ഹാൻഡ് കിട്ടും, അതിനകത്ത് തർക്കമില്ല. കാരണം അവർ സമസ്ത ജനവിഭാഗങ്ങളെയും പലതരത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജാതിമത സംഘടനകളെയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മറ്റെല്ലാ നീതിയോ നിയമമോ തുല്യതയോ ഒന്നും നോക്കാതെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ഭാഗത്തിനേതോ മറ്റൊരു ഭാഗത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് LDF വികസനവും അതിൻ്റെ അപ്പോസ്റ്റലന്മാരായിട്ട് നിൽക്കുമ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അതല്ല വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ്, അതായിരിക്കില്ല വർക്കൗട്ട് ചെയ്യുന്നത് UDF ജയിച്ചു വരികയാണെങ്കിൽ. UDFിൻ്റെ സംഘടനാ പാടവം കൊണ്ടോ കോൺഗ്രസിൻ്റെ സംഘടനാ പാടവം കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കഴിവ് കൊണ്ടോ ഒന്നുമല്ല അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ LDFിൻ്റെ വികസനത്തിനപ്പുറമുള്ള ജനാധിപത്യ നിഷേധത്തിനെതിരെയുള്ള വോട്ടെടുപ്പാണ് ഇത് വരാൻ പോകുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഈ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. നവകേരള യാത്ര നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അടുത്തൊരു 4 ചെറുപ്പക്കാർ 4 പിള്ളേർ നിന്ന് കരിങ്കൊടി കാണിച്ചു, യൂത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ചെടിച്ചട്ടി കൊണ്ടടിച്ചതും അവരെ തലക്കടിച്ചതും ഹെൽമെറ്റ് കൊണ്ടടിച്ചതും DYFIയുടെയും CPMൻ്റെയും SFIയുടെയും പ്രവർത്തകരാണ്. ആ തല്ലിയതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. തല്ല് നടക്കാം, ഭരണകൂടത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭരണ പാർട്ടികൾ ഇറങ്ങി ചിലപ്പോൾ തല്ലും. പക്ഷെ അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ പാടില്ല. ഭരണഘടനാപരമായി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ഒരു കാരണവശാലും ആ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയാതെ, ശരി എൻ്റെ പാർട്ടിക്കാർ അല്ലെ DYFIക്കാർ SFIക്കാരൊക്കെ നടത്തിയെങ്കിൽ അത് കേസിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും DYFIയുടെ യോഗത്തിൽ ചെന്ന് ഇത് മാതൃകാപരമാണ്, ഇനിയും തുടരണമെന്ന് പറയുകയും ചെയ്തു ഒരു മുഖ്യമന്ത്രി. അവിടെ ജനങ്ങൾ അപ്പോൾ തന്നെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണ്. 57ലും ഇതിവിടെ നടന്നിട്ടുണ്ട്. 57ൽ പോലീസ് സ്റ്റേഷനുകൾ സമ്പൂർണ്ണമായി ഭരിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി നേതാക്കളും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും നേരെ ചെല്ലുന്നു, മേശപ്പുറത്ത് കയറിയിരിക്കുന്നു, പിന്നെ അവർ പറയുന്നത് അവിടെ നടക്കും. അല്ലാതെ പോലീസിന് SIക്കോ CIക്കോ ഒന്നും ഒരധികാരമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. മുഴുവൻ പോലീസ് സ്റ്റേഷനും ഭരിച്ചത് പാർട്ടി ഓഫീസായിരുന്നു. അതിൻ്റെയും കൂടി ദുരന്തം അന്നവർ നേരിട്ടു. ഇവിടെ ഓരോ കേസുകൾ നിങ്ങളെടുത്തോളൂ നോക്കുക. അതിജീവിതകളുടെ കേസെടുക്കുക, കുഞ്ഞുങ്ങളുടെ കേസെടുക്കുക, പോക്സോ കേസെടുക്കുക, പട്ടികജാതി പട്ടികവർഗക്കാരുടെ കേസെടുക്കുക, ദളിത് ആദിവാസികളുടെ കേസെടുക്കുക. എല്ലാ കേസുകളിലും ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് നിന്നിട്ടുള്ളത് പ്രതികളെ സംരക്ഷിക്കുന്ന ഇടത്താണ്. അതൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, 1 ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും, 2 നൈതികതയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും, 3 മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏകഛത്രാധിപതിയായിട്ടുള്ള ഒരു രാജാവിനെ പോലെയുള്ള 45 വണ്ടിയും 15 ആംബുലൻസും 12 പിന്നെ സെക്യൂരിറ്റി വണ്ടിയും എല്ലാം കൂടെ ചേർന്നൊരു 10-45 വാഹനങ്ങളുമായി കറുത്ത വാഹനത്തിൽ പോകുമ്പോൾ, എന്നാൽ ഒരു കറുത്ത കാക്ക കറുപ്പാണ്, പറന്നു പോകുമ്പോൾ വെടിവെച്ചിടാൻ ഉത്തരവിടുന്ന
രാജാവിനെ പോലെ പോകുന്ന പിണറായി വിജയൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ കറുത്ത ഉടുപ്പിട്ടവനെയും പിടിച്ച് കരുതൽ തടങ്കലിൽ വയ്ക്കാൻ ഓർഡർ കൊടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ്. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. പത്രക്കാരോട് കടക്ക് പുറത്ത് തൻ്റെ പാർട്ടിയിൽ നിൽക്കുന്നവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ പറയുന്ന വർഗവഞ്ചകനാണ്, അതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ അതിനു പകരം കുലംകുത്തി, ഒരു കുലംകുത്തി 51 വെട്ടിനാണ് കൊന്നത് TP ചന്ദ്രശേഖരനെ. അതുപോലെ തന്നെ വർഗവഞ്ചകൻ, കൊലംകുത്തി, എരപ്പാളി, കുറേ പുതിയ വാക്കുകൾ, പരനാറി തുടങ്ങിയ വിഴുപ്പലക്കൽ വാക്കുകൾ പ്രയോഗിച്ചത് ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. ഇത് നിങ്ങൾക്ക് പോർക്കാവുന്നതല്ല. അപ്പം ജനാധിപത്യത്തെക്കുറിച്ചും രാജാധിപത്യ വാഴ്ചയെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് വലിയ കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനെക്കുറിച്ച് വലിയ പരാതി ജനങ്ങൾക്കുണ്ട്. ഇവിടെ ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾ എവിടെയെന്ന് പറയുമ്പോൾ സുഷമ സ്വരാജ് എന്ന് പറഞ്ഞ BJPയുടെ മരിച്ചുപോയൊരു നല്ല മന്ത്രി ഉണ്ടായിരുന്നു, വിദേശകാര്യ വകുപ്പ് മന്ത്രി. അവർക്ക് അസുഖം വന്നപ്പോൾ അവരെ വിദേശത്ത് കൊണ്ടുവന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, എയിംസ് പോലുള്ള ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംവിധാനങ്ങൾ ഡൽഹിയിലുള്ളപ്പോൾ ഞാൻ വിദേശത്ത് പോയി ചികിത്സിച്ചാൽ എൻ്റെ ജനങ്ങൾ കരുതും എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കുറച്ച് കൊടുത്തിട്ട് ഞാൻ വിദേശത്ത് അമേരിക്കയിൽ പോയി അത് വേണ്ട, എൻ്റെ രാജ്യത്ത് ജനങ്ങൾക്ക് കിട്ടുന്ന ചികിത്സ എനിക്ക് മതി എന്ന് പറഞ്ഞ് ഒരു സുഷമ സ്വരാജ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കും. അമേരിക്കയിൽ പോയി ചികിത്സിച്ചതിന് കുഴപ്പമില്ല. അതിൻ്റെ ഭാഗമായി ലോകത്താകെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് വികസനം കൊണ്ടുവരുന്നു പറഞ്ഞു 5 ചില്ലി പൈസ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല. PSCയെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് 100 കണക്കിന് സ്ഥാപനങ്ങളിലാണ് അശാസ്ത്രീയമായ പിൻവാതിൽ നിയമനവും കരാർ നിയമനവും നടത്തി അതിനെ പലവട്ടം കോടതിയിൽ നിന്ന് കൊട്ടുവാങ്ങിയത്. ഇത് പറ്റത്തില്ല, ഈ നിയമനങ്ങൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സർവകലാശാലകളിൽ ഗവർണർമാരുമായി ആരിഫ് മുഹമ്മദ് ഖാനുമായും ആർലേക്കറുമായും ഗുസ്തി പിടിച്ച്, ഗവർണറുമായി അനാവശ്യ രാഷ്ട്രീയങ്ങൾ കുത്തിക്കലർത്തി ഗുസ്തി പിടിച്ച് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾ ഇല്ലാതാക്കിയത്. കേന്ദ്ര ഗവൺമെൻറ് സ്കീമുകളെല്ലാം, അത് ആയുഷ്മാൻ ഭാരതിൻ്റെ ആരോഗ്യ പദ്ധതിയാകട്ടെ, ജലജീവ മിഷനാകട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ കുട്ടനാട് പാക്കേജ് ആകട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും, എല്ലാ പദ്ധതികളും എന്ന് പറഞ്ഞാൽ PM ശ്രീ ആകട്ടെ, അത് കേന്ദ്രം കൊണ്ടുവന്നു എന്നുള്ള ഒറ്റ ന്യായം പറഞ്ഞുകൊണ്ട്, BJP കൊണ്ടുവന്നു എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ആ പദ്ധതികൾ കേരളത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മെയ് 4 അല്ലെങ്കിൽ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ വികസനമാണോ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഈ ജനാധിപത്യ ധ്വംസനവും സ്വാതന്ത്ര്യമില്ലായ്മയും പത്രക്കാരോടുള്ള സമീപനവും സ്വയം രക്ഷയെന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ ഇറക്കി വിടുന്നതും ഞാനീ പറഞ്ഞ PSCയെ നോക്കി കുത്തിയാക്കിയതും അങ്ങനെയുള്ള സ്വജനപക്ഷപാതവും അഴിമതി, പിന്നെ മകളുടെ പേരിൽ അഴിമതി, മകൻ്റെ പേരിൽ അഴിമതി, പാർട്ടിക്കാരുടെ പേരിൽ അഴിമതി, കണ്ണൂരിൽ അഴിമതി, പയ്യന്നൂരിൽ അഴിമതി, പിന്നെ സുധാകരനെ പോലെയുള്ള സുധാകരനെ പോലുള്ള തോമസ് ഐസക്കിനെ പോലെയുള്ള സീനിയർ നേതാക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതെല്ലാമാണോ ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടായി വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഒരു ജനാധിപത്യ കേരളമാണോ വികസിത കേരളമാണോ ഈ ഭാവിയിൽ വേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ.